ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ്. ഞാൻ ഓഫീസിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്ന മറ്റൊരു റെസിപ്പി. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 തക്കാളി എടുത്ത് ഓരോ തക്കാളിയും 2ആയിട്ട് മുറിച്ചിട്ടങ്ങ് കമത്തി വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള 4ആയിട്ട് മുറിച്ച് വെച്ച് കൊടുക്കുകയാണ്. തക്കാളിയുടെ പകുതി മതി സവാള. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് അവിടെ സിമ്മിൽ വെച്ച് കൊടുക്കാം. അതിനകത്തിരുന്ന് നല്ല മുരിഞ്ഞു വരണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കത് ഒഴിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കലക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം കൂടെ മിക്സാക്കി കൊടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഒരുപാട് സമയത്ത് അടിക്കരുത്. ഒരുപാട് സമയത്ത് അടിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്ലൂട്ടൻ ഇങ്ങ് ഇറങ്ങി വന്ന് അതിലേക്ക് ആ മാവിനൊരു പശിമ വരും. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉറപ്പായിരിക്കും, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പം ഇത് മതി. ഇത് നമുക്ക് നേരത്തെ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം കോരി ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി. ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ്. ഗോതമ്പ് ദോശ, അതിനാണ് ഇത്ര ബിൽഡപ്പ് എന്നൊന്നും വിചാരിക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ. എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഈ ഗോതമ്പ് ദോശയും ചട്നിയും. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മുടെ തക്കാളി ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് കൂടുതൽ സമയം വെച്ച് പതുക്കെ വേണം ഇത് ആക്കിയെടുക്കാൻ. ഇത് അവിടെ ഇരുന്നോളൂ, വഴറ്റാനോ ഇളക്കാനോ ഒന്നും പോകണ്ട. ആ സൈഡാവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിരുന്നാൽ മതി. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് കുറച്ച് നല്ലോണം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 തവി മാവ് കോരി ഒഴിച്ച് അങ്ങ് ചുറ്റിച്ചങ്ങെടുക്കാം. തീ അധികമായി പോയാൽ നമുക്ക് ദോശ കറക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതായിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് അടുത്ത മാവ് ഒഴിക്കുന്ന സമയത്ത് ആ ദോശക്കല്ലിൻ്റെ ചൂട് പാകമായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ള ടൊമാറ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെടുക്കാം. ഇതിന് കുറച്ചും കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടെ ഡാർക്ക് കളർ മുരിഞ്ഞ് വന്നാലും പ്രശ്നമൊന്നുമില്ല, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാൻ പക്ഷേ ഇതിനെടുക്കുകയാണ്. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. തണ്ട് അടത്തുന്നില്ല, അതൊന്ന് ചൂടാവട്ടെ. ആദ്യം കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് അടുത്ത സൈഡിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന മുഴുവനോടെ ഉള്ളതാണ് ഇടുന്നത്, പരിപ്പായാലും മതി. 1 തണ്ട് കറിവേപ്പില സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഉഴുന്ന പരിപ്പ് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. നല്ല ഒന്ന് മൂത്ത് വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ എടുത്ത് വെച്ചതിനകത്തോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ, എണ്ണ അധികമൊന്നും ആയിട്ടില്ല. ആദ്യം ഒഴിച്ച എണ്ണയാണ്, അത് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒന്ന് പൊക്കി നോക്കുമ്പം കാണാൻ പറ്റും. നമുക്കതിനെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഗോതമ്പ് ദോശ ആയിട്ടുണ്ട്. അടുത്ത ഗോതമ്പ് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അധികം ചൂടുണ്ടാവില്ലല്ലോ, അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ച് ഇങ്ങനെ പരത്താനായിട്ട് എളുപ്പമായിരിക്കും. ഇൻ കേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുണി വെച്ചൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടങ്ങ് കുറഞ്ഞോളും. ഇനി നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം. നല്ല തീയിൽ ആയിക്കോട്ടെ. അപ്പോഴേ പെട്ടെന്ന് നമുക്ക് ദോശ ആയി കിട്ടുള്ളൂ. ഫുൾ ടൈം തീ കുറച്ച് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും 2 സൈഡും ആയി വരാനായിട്ട്. ഇതുണ്ട് ഗോതമ്പ് ദോശ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഗോതമ്പ് ദോശ. ആ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഗോതമ്പ് ദോശയ്ക്ക് ഉണ്ടാവുക. നല്ല ഇപ്പം ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞിട്ടുണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ ഈ മൊരിച്ചിലുണ്ടാവില്ല എന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഓഫീസിലൊക്കെ ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ലഞ്ച് ബോക്സിലിട്ടിട്ട്. അതായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ അങ്ങ് നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഒന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് തക്കാളിയുടെ തൊലി അങ്ങ് എടുത്ത് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ ആ തക്കാളിയുടെ നെട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് എടുത്തങ്ങ് കളയാം. അതുപോലെ സവാളയുടെയും ആ ഞെട്ട് ഉള്ള ഭാഗം വേണമെങ്കിൽ എടുത്ത് കളയാം. കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തീരെ സമയമില്ലാത്തപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ തന്നെ തൊലി അടക്കമായിട്ട് അടിക്കാറുണ്ട്. ഇനി ഉണക്കമുളകിൻ്റെ തണ്ടങ്ങ് അടത്തി മാറ്റാം. തണ്ട് ആദ്യം അടത്ത് മാറ്റി എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചുമച്ച് ഒരു പരുവം. അതുകൊണ്ടാണ് തണ്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തത്. ഇനി ഒന്നുമില്ല, എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട, അത് തന്നെ അങ്ങ് അരിഞ്ഞു വന്നോളൂ.
അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പോട് കൂടി വേണേൽ അരച്ചെടുക്കാം. ചിലപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ആ ഒരു ഉഴുന്നൊക്കെ ചിലപ്പോൾ ചെറിയ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ഗോതമ്പ് ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കാപ്പി റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ടൊമാറ്റോ ചട്നിയും ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിലിരിക്കട്ടെ ഒരു ലുക്കിന്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം 2 ദോശയും കുറച്ച് തണുത്തു കേട്ടോ. കുറേ നേരം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ലാസ്റ്റ് ഉണ്ടാക്കിയ ദോശ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഞാൻ ചൂടോടുകൂടി കഴിക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. അടിപൊളി ദോശ കേട്ടോ. ഗോതമ്പ് ദോശയ്ക്ക് എന്താ പറയുക, എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ഗോതമ്പ് ദോശയ്ക്ക് ഈ ഒരു ചട്നി. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കുറേ പേരൊക്കെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്, ഈ ഗോതമ്പ് ദോശയും ചട്നിയൊക്കെ സ്ഥിരം വീട്ടിലുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ അറിയാത്തവരായിട്ട്, അവർക്ക് ഹെൽപ്പ് ആയിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ തണുത്ത ദോശ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മുരിച്ചിലില്ലാന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.